ചില ദിവസങ്ങളുണ്ടല്ലോ ഒട്ടും പണി ഉണ്ടാവില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ എന്തോരം ചെയ്താലും പണി തീരത്തുമില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസമാണ് ഇന്നേ. രാവിലെ തന്നെ ശ്യാമും കുഞ്ഞൂസൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മിറ്റടിക്കാനുണ്ടായിരുന്നു, കുറച്ച് കുരുമുളക് പറിക്കാനുണ്ടായിരുന്നു. ശ്യാമു കുറച്ച് ദിവസമായിട്ട് പറയുന്നു ആ കുരുമുളക് ഒന്ന് പറിച്ചു വെക്കാൻ. ഇന്ന് അതിനാണ് സമയം കിട്ടിയത് കേട്ടോ. കുറേ അലക്കാനുണ്ടായിരുന്നു. ഓരോന്നായി അലക്കുവാണേ. ഒരു സെറ്റ് അലക്കുന്നു, ഒരു സെറ്റ് വിരിച്ചിടുന്നു, ഒരു സെറ്റ് അലക്കാൻ ഇടുന്നു. ഇതൊക്കെ തന്നെയാണ് പണി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് അലക്ക് മാത്രമല്ല, ചില ദിവസങ്ങൾ മടി പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി തുണിയൊക്കെ വിരിച്ചിട്ട് മിറ്റൊക്കെ അടിച്ചു വന്നപ്പോൾ തന്നെ അവശതയായി. കുറച്ച് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കഴിക്കുവാണേ. നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ തണ്ണിമത്തന് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി പോയപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. പച്ചക്കറി വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ വാങ്ങിയതാണ്. എല്ലാ തവണയും മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വരും അച്ചാറിടണം എന്നുള്ള പേരിൽ, പക്ഷെ അത് ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ ഞാൻ മാങ്ങ വാങ്ങിയപ്പോൾ അതിന്റെ വില കെട്ടി ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്തായാലും അച്ചാർ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വെട്ടി നുറുക്കി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായവും ഇച്ചിരി ഉപ്പും പിന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ചാർ റെഡിയാണ്. എനിക്ക് വലിയ ആർഭാടമുള്ള അച്ചാർ ഇഷ്ടമല്ല. കുറേ എണ്ണയും കടുകൊന്നും ഇടുന്ന അച്ചാർ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വേഗം തന്നെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കും. പിന്നെ അത് വേഗം കേടും വരത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ തോരന് വെച്ചു. അപ്പൊ ഇന്നത്തെ ഉച്ചത്തെ ഊണിന് വേണ്ടിയിട്ട് മീൻകറിയും കോവയ്ക്ക തോരനും അച്ചാറും മുട്ട വറുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയായിരുന്നു ഉച്ചയൂണെന്നുള്ളത് കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ